ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് 1 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 തിമോത്തി chapter 2 verses 5 and 6. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. പരിശുദ്ധ പിതാവേ, വീണ്ടും അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളിരിക്കുന്നു. അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. അവിടെ ഇന്നത്തെ രാത്രിയിലും ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ഒരു വാക്ക് മനുഷ്യൻ്റെ അസംഖ്യ വാക്കുകളേക്കാൾ അധികം ശ്രേഷ്ഠമാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ അടിയങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ വചനമാണ് ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്, ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിയത്. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും പ്രത്യാശയും ഞങ്ങൾക്ക് ദാനം തന്നത് അങ്ങയുടെ ശബ്ദമാണ് കർത്താവേ. ഇന്നത്തെ രാത്രി വീണ്ടും അങ്ങയുടെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെടണമേ. ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ ക്രിസ്തുയേശുവിനെ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ മഹത്വപ്പെടുത്തിക്കാട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായ സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സ്ഥാനത്തിൽ ഇരുന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇന്നത്തെ രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ വായിച്ചു കേട്ട ഈ മനോഹരമായ വാക്യം ദൈവത്തിൻ്റെ സഭയ്ക്ക്, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് തീമോത്തിക്ക് എഴുതിയ ഈ ലേഖനം, 1-ാം ലേഖനം ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ഈ തിരുവചനത്തിൻ്റെ ഭാഗമാക്കി, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഭാഗമാക്കി കർത്താവിൻ്റെ ആത്മാവ് തീർത്തു എങ്കിൽ ഇന്ന് കേൾക്കുന്ന ഈ വചനമെന്ന് പറയുന്നത് ദൈവസഭയുടെ ആത്മീക വളർച്ചയ്ക്ക്, ഉന്നതിക്ക്, പരിപോഷണത്തിന് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ്. ഈ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. തന്നോട് കൂടെ കൂട്ടായ്മയിലായിരിക്കാൻ തക്കവണ്ണം മനുഷ്യനെ താൻ സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിൽ അവനാക്കി. എന്നാൽ നമുക്കറിയാം, ദൈവത്തെക്കാൾ അധികം മനുഷ്യൻ പിശാച് പറഞ്ഞത് കേട്ടപ്പോൾ തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാറിയപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ കൂട്ടായ്മയിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു. അന്നു മുതൽ ദൈവം വീണ്ടും ആഗ്രഹിക്കുകയായി മനുഷ്യനോട് കൂടെ കൂട്ടായ്മ ആചരിപ്പാൻ, മനുഷ്യനെ തന്നിലേക്കൊന്ന് മടക്കി വരുത്തുവാൻ തക്കവണ്ണം. എന്നാൽ നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവം മനുഷ്യനിൽ നിന്ന് അകന്നപ്പോൾ ആ വിടവിനെ ഒന്ന് നികത്തുവാൻ തക്കവണ്ണം അന്നു മുതൽ മനുഷ്യൻ ശ്രമിച്ചു. അവനറിയാവുന്ന രീതിയിലൊക്കെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, പിശാചിന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ, ആദമിന്റെ സന്തതികളിൽ ചിലരെങ്കിലും ആ വെളിച്ചം ലഭിച്ചിട്ട് മടങ്ങി ദൈവത്തിങ്കിലേക്ക് പോകുവാൻ തക്കവണ്ണം പല രീതിയിൽ ശ്രമിച്ചു. എന്നാൽ മനുഷ്യന്റെ പ്രയത്നം കൊണ്ടോ, അവന്റെ സമർപ്പണം കൊണ്ടോ, അവന്റെ ചിന്തകൾ കൊണ്ടോ, അവന്റെ ബുദ്ധിയിൽ ഉദിച്ച അവന്റെ ആശയങ്ങൾ കൊണ്ടോ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം, ദൈവം ആഗ്രഹിച്ചവണ്ണം ദൈവത്തോടു കൂടെ ഉള്ള ഒരു ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്ക് വീണ്ടും മടങ്ങി വരുവാൻ തക്കവണ്ണം മനുഷ്യന് കഴിഞ്ഞില്ല. എന്നാൽ തൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ശ്രേഷ്ഠമേറിയ ദൈവിക പദ്ധതി യേശുവിലൂടെ നടപ്പിലാക്കി. ഇന്നത്തെ രാത്രി നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കണമേ, നമ്മുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് മധ്യസ്ഥത ആവശ്യമെന്ന് ചോദിച്ചാൽ, അവിടുന്ന് ദൈവമാണ്, നമ്മൾ മനുഷ്യരാണ്. ദൈവം എന്ന് പറയുന്നത് പരിശുദ്ധനാണ്, മഹോന്നതനാണ്, അത്യുന്നതനാണ്. മനുഷ്യർക്കാർക്കും അടുക്കുവാൻ തക്കവണ്ണം കഴിയാത്തവണ്ണം പ്രഭയിൽ, വിശുദ്ധിയുടെ പ്രഭയിൽ, പരിശുദ്ധിയുടെ പ്രഭയിൽ ജീവിക്കുന്നവനാണ് ദൈവം. നീതിമാനായ ദൈവമാണ്. എന്നാൽ മനുഷ്യനിലേക്ക് നോക്കിയേ, അവൻ്റെ ചിന്തകളിൽ പോലും പാപം. അവൻ ജനിച്ചത് തന്നെ പാപത്തിലാണ്.
അവൻ വളർന്നത് പാപത്തിലാണ്. അത് മാത്രമല്ല, പാപഭംഗിലമായ ഒരു ജഡത്തിൽ അവൻ വസിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. പ്രൈസ് ഗോഡ്. അത് മാത്രമല്ല, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുള്ളി വിക്കറ്റ്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് സകല ദുഷ്ടതയും നിറഞ്ഞിട്ടുള്ള ഹൃദയമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ യഹോവയുടെ അടുക്കലേക്ക്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസംഭവ്യമാണ്, ഒരിക്കലും സംഭവിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഒരുവൻ ആവശ്യമായിട്ടുണ്ട്. കാരണം ഈ മധ്യസ്ഥനായിരിക്കുന്നവൻ ദൈവത്തെ അറിഞ്ഞവനായിരിക്കണം, മനുഷ്യനെയും അറിഞ്ഞവനായിരിക്കണം. മനസ്സിലാക്കണം ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ ദൈവസന്നിധിയിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം കഴിയുകയില്ല, ദൈവ സാമീപ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. യേശു കർത്താവിനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമാണ്. അവൻ സാക്ഷാൽ ദൈവമായിരിക്കുന്നത് കൊണ്ട് ദൈവം ആരെന്ന് മനുഷ്യന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവന് കഴിഞ്ഞു. അവൻ സാക്ഷാൽ മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ ബലഹീനത എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ തനിക്ക് കഴിഞ്ഞു. അതാണ് യേശു കർത്താവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. So a mediator stands between two parties to reconcile them. Here, this two parties are one side God, the other side is man. So, this mediator must know who God is and must be able to please God the way God expects him to please. At the same time, he must represent the humankind as well, mankind as well. മനുഷ്യരാശിയെ മൊത്തമായി പ്രതിനിധീകരിക്കുവാൻ തക്കവണ്ണം മനുഷ്യന്റെ ബലഹീനതകളെ അറിഞ്ഞവനായിരിക്കണം ഈ മധ്യസ്ഥൻ. അതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ സ്വാധീനം ചെലുത്തുവാൻ തക്കവണ്ണം, ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവനായിരിക്കണം ഈ മധ്യസ്ഥൻ. ഇത് രണ്ടും സംഭവിക്കുന്നത് യേശുവിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് മാതൃകയാക്കുവാൻ തക്കവണ്ണം, മനുഷ്യർക്ക് പിൻഗമിക്കുവാൻ തക്കവണ്ണം മനുഷ്യരൊക്കെയും ഓരോരുത്തരെ നോക്കിക്കൊണ്ടിരുന്നു. ഓരോ കാലഘട്ടങ്ങളിലും ചില മഹാന്മാരും മഹതികളും ഉണ്ടായി. സാധാരണ മനുഷ്യരെക്കാൾ പല നിലകളിലും അവർ ഉന്നതരായിരുന്നു. അവര് ഇൻഫ്ലുവൻസ്, മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം കഴിവുകളുള്ളവരായിരുന്നു. മാനുഷികമായ കഴിവും ജ്ഞാനവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ, ആദം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരേതൊക്കെ ദേശക്കാരായിരുന്നാലും, രാജ്യക്കാരായിരുന്നാലും, ഭാഷക്കാരായിരുന്നാലും, സംസ്കാരത്തിലുണ്ടവരായിരുന്നവരും, എത്രമാത്രം മാനുഷികമായി ഭൗമികമായി ഉന്നതിയിലുള്ളവരായിരുന്നു പറഞ്ഞാലും അവരൊക്കെയും നമ്മളെ പോലെ ബലഹീനരായിരുന്നു. എന്നാൽ ലോകത്തിന്റെ ചരിത്രത്തിൽ, മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ, ഹല്ലേലൂയ, ദൈവഹിതപ്രകാരം ദൈവസന്നിധിയിൽ മധ്യസ്ഥനായിരിക്കുവാൻ തക്കവണ്ണം യോഗ്യത പ്രാപിച്ചവൻ. അവനാണ് യേശു കർത്താവ്, യേശു ക്രിസ്തു. ഇന്ന് വളരെ ആഴമേറിയ ചില ചിന്തകൾ നമ്മൾ പഠിക്കാനായിട്ട് പോയി. This is something like a class. At the same time, the Holy Spirit will be leading us into the deeper truths concerning Jesus Christ. യേശു കർത്താവിനെ കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ ആഴമേറിയ ചിന്തകൾക്ക്, ദൈവിക ആലോചനകൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ജനമാണ്. ഈ വിഷയം ആധികാരികമായി നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ, ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ല എങ്കിൽ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശരിക്കും ബാധിക്കും, നമ്മുടെ ആത്മീക ജീവിതത്തെ ശരിക്കും ബാധിക്കും, നമ്മുടെ നിത്യതയെ ശരിക്കും ബാധിക്കും. കാരണം നാം പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുമ്പോൾ യേശു ആരാണെന്ന് നമുക്കറിയില്ലെങ്കിൽ, യേശു സാക്ഷാൽ ദൈവമാണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം? അതുപോലെ തന്നെ അവിടുന്ന് സാക്ഷാൽ ദൈവമാണെന്ന് മാത്രമല്ല, അവിടുന്ന് സാക്ഷാൽ മനുഷ്യനുമായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് ബലഹീനനായി എന്നെ യേശുവിനോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം ഇടയാക്കുന്നത്. കാരണം എൻ്റെ ബലഹീനതകളൊക്കെയും അറിയുന്ന എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ രാത്രികാലം ഈ ശ്രേഷ്ഠമേറിയ ഹല്ലേലൂയ ദൈവവചന ഭാഗത്തിലേക്ക് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. You know, he was not merely a good teacher or a philosopher or an inspiring prophet, but he was fully God and fully man. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേകർ പറയുന്നുണ്ട്, മറ്റു മതക്കാരൊക്കെ പറയുന്നുണ്ട്, മറ്റു വിശ്വാസത്തിലുള്ളവരൊക്കെ പറയുന്നുണ്ട് യേശു കർത്താവ് നല്ലൊരു ടീച്ചറാണെന്ന്.
അത് മാത്രമല്ല, അത് ഒരു എക്സാംപിളറി ഫിലോസഫർ ആണെന്ന്, ഒരു നല്ല താത്വികനാണ്, തത്വചിന്തകനാണെന്ന്. ചിലർ പറയുന്നു നല്ലൊരു ഗുരുവായിരുന്നുവെന്ന്. ഹല്ലേലൂയ. ചില ഈ ഭൂമിയിലുള്ള ചില മനുഷ്യരൊക്കെ പറയുന്നില്ലേ, ചില മഹാന്മാരൊക്കെ പറയുന്നില്ലേ, അവർ പഠിച്ചത് യേശു എന്ന് പറയുന്ന ഗുരുവിൽ നിന്നാണെന്ന് ചിലരൊക്കെ പറയുന്നില്ലേ. അതുപോലെ തന്നെ ചിലർ പറയുന്നുണ്ട് അവരൊരു പ്രവാചകനാണെന്ന്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊന്നുമല്ല. അവൻ സാക്ഷാൽ ദൈവമാണെന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. ദൈവത്തെക്കാൾ അവൻ ഒട്ടും കുറവുള്ളവനല്ല എന്നുള്ള ശ്രേഷ്ഠമേറിയ സത്യം നമ്മൾ ഇന്നത്തെ രാത്രി അടിവരയിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ആഴമായി സ്വാധീനിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം എന്തെല്ലാം പറഞ്ഞാലും, ഈ ലോകം എന്തെല്ലാം കാണിച്ചാലും, ലൗകികമായ ഭൗമികമായ തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് ലോക മനുഷ്യന്റെ ബുദ്ധിയിൽ കാണുന്ന പലതും വെച്ച് ശ്രമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശു ആരാണെന്നുള്ള ബോധ്യം വളരെ വ്യക്തമായിട്ട് നമുക്കുണ്ടായിരിക്കണം. ബിക്കോസ് ഹി ഈസ് ഫുള്ളി ഗോഡ്, ഹി പെർഫെക്റ്റ്ലി റെപ്രസെന്റ്സ് ഗോഡ് ടു ഹ്യൂമാനിറ്റി. അവൻ പൂർണ്ണ ദൈവമായതുകൊണ്ട് ദൈവം ആരെന്ന് മനുഷ്യർക്ക് അവൻ വെളിപ്പെടുത്തി തന്നു. ബിക്കോസ് ഹി ഈസ് ഫുള്ളി മാൻ, ഹി പെർഫെക്റ്റ്ലി റെപ്രസെന്റ്സ് ഹ്യൂമാനിറ്റി ബിഫോർ ഗോഡ്. അവൻ പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് മനുഷ്യരാശിയെ മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം അവൻ ശക്തനായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഈ രണ്ട് വിഷയങ്ങളാണ് ആധികാരികമായി ദൈവവചനത്തിന്റെ തെളിവിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്പർ 1, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഫുള്ളി ഗോഡ്. നമ്പർ 2, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഫുള്ളി മാൻ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നാട്ടെ. 1, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഫുള്ളി ഗോഡ്. യേശു കർത്താവ് പൂർണ്ണ ദൈവമാണ്. യേശു കർത്താവ് പൂർണ്ണ ദൈവമാണ്. The deity of Jesus Christ is the foundation of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ്. യേശു കർത്താവിന്റെ ദൈവത്വമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളെ കാത്ത് യേശു കർത്താവ് ഉന്നതങ്ങളിൽ ഉണ്ടെന്നുള്ള ചിന്ത നമുക്കുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവിനെ ദൈവമെന്ന് നമ്മൾ വിളിക്കുന്നത്. ദൈവവചനത്തിൽ ചില ഭാഗങ്ങളിലേക്ക് കടന്നുപോയി നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിന്റെ ഹല്ലേലൂയ ആധികാരികതയെ നമുക്ക് മനസ്സിലാക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ മാറ്റുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ തിരുവചനത്തിന് മാത്രമേ ഉള്ളൂ. എത്ര ഇലോക്വന്റായി, എത്ര വാക്ചാതുര്യത്തോടെ ഇവിടെ നിന്നൊരു വ്യക്തി പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും ചില മിനിറ്റുകൾ നമ്മൾ ത്രിൽഡ് ആകും, നമ്മൾ എക്സൈറ്റഡ് ആകും, നമ്മൾ കൈയടിക്കും, നമ്മൾ പറയും മനോഹരമായിരുന്നു എന്ന് പറയും. പക്ഷേ ഡീപ് ഡൗൺ ഇൻ അവർ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിന്റെ അകത്ത്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. എന്നാൽ ദൈവത്തിന്റെ തിരുവചനമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, കർത്താവിന്റെ ആലോചന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് തരികയാണെങ്കിൽ എന്തു പറ്റുമെന്നറിയാമോ? നമ്മുടെ ആത്മാവിന് രൂപാന്തരം ഉണ്ടാകും, നമ്മുടെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് ഒരു മനുഷ്യന്റെ ബുദ്ധിയിലോ മനുഷ്യന്റെ ജ്ഞാനത്തിലോ മനുഷ്യന്റെ വാക്ചാതുര്യതയിലോ അല്ല നമ്മൾ ആശ്രയിക്കുവാൻ പോകുന്നത്. സാക്ഷാൽ സർവശക്തനായ ദൈവം തന്റെ തിരുവെഴുത്തുകളിൽ തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്ന സ്വർഗീയ ആലോചനകൾക്കാണ് ഇന്നത്തെ രാത്രി നമ്മൾ ചെവി കൊടുക്കാനായിട്ട് പോകുന്നത്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് യേശു ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ അപ്പോസ്തലന്മാരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ലോകം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന, ഏറ്റവും പ്രായം കൂടിയിരുന്ന ശീമോൻ പത്രോസ് പറയുകയാണ്, ഹല്ലേലൂയ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. You are the son of God, the Messiah. Hallelujah. നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കണമേ, നമ്മൾ, if Jesus is merely a religious leader, then his death was only the tragic death of a good man. ഒരു കാര്യം ചിന്തിച്ച്, ഈ ലോകം പറയുന്നത് പോലെ, ഈ ലോകം കാണുന്നത് പോലെ, ലോകത്തിൽ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ യേശു കർത്താവ് ഒരു മതസ്ഥാപകൻ മാത്രമായിരുന്നുവെങ്കിൽ, ഒരു ഗുരു മാത്രമായിരുന്നുവെങ്കിൽ, ഒരു ടീച്ചർ മാത്രമായിരുന്നുവെങ്കിൽ, യേശു കർത്താവിന്റെ മരണമെന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യന്റെ മരണം പോലെ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയൂ. യേശു കർത്താവ് നമുക്ക് തുല്യനായ ഒരു മനുഷ്യൻ മാത്രമായിരുന്നുവെങ്കിൽ അവൻ ദൈവമല്ല.
ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അനേകം മതങ്ങൾ ഓരോരുത്തരെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവരുടെ ദൈവങ്ങളെന്നും അവരുടെ ഗുരുക്കന്മാരെന്നും അവരുടെ വഴികാട്ടികളെന്നും ഒക്കെ പറയുമ്പോൾ അവരിൽ ഓരോരുത്തരിലേക്കും നിങ്ങളൊന്ന് നോക്കിയേ, അവർക്കൊക്കെയും മാനുഷികമായ ബലഹീനതകൾ ഉണ്ടായിരുന്നു. യേശു അങ്ങനെ ഒരുവനായിരുന്നുവെങ്കിൽ അവൻ്റെ മരണമെന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ മരണമായിട്ട് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയൂ. എന്നാൽ ഇന്നത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിങ്ങളും ഞാനും പറയുകയാണ്, അവനൊരു റിലീജിയസ് ലീഡർ മാത്രമല്ല, അവനൊരു മതസ്ഥാപകൻ മാത്രമല്ല. കർത്താവ് മതമൊന്നും സ്ഥാപിച്ചിട്ടില്ല പൈതവേ. ഹല്ലേലൂയ. അവൻ മതനേതാവാണെന്നോ അവനൊരു മതസ്ഥാപകനാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ സാക്ഷാൽ ദൈവമാണ്. അവന്റെ മരണം കേവലം ഒരു നല്ല മനുഷ്യന്റെ മരണമായി, ഒരു ഗുരുവിന്റെ മരണമായി, ലോകത്തിലെ ഒരു മഹാന്റെ മരണമായിട്ടുള്ള ഞാൻ കാണുന്നത്. അവന്റെ മരണത്തിന്റെ പിന്നിൽ സ്വർഗീയമായ ഒരു പദ്ധതി ഉണ്ട്. എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. ഹല്ലേലൂയ. എന്റെ ശാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ശ്രേഷ്ഠമേറിയ അനേക ഭക്തന്മാർ ആത്മാവിൽ തിരിച്ചറിഞ്ഞതുപോലെ നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ഹല്ലേലൂയ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മരണമായിരുന്നു അത് എന്ന് ഉള്ള തിരിച്ചറിവാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, അവന്റെ വായിലൂടെ വന്ന സകല വാക്കുകളും ദൈവത്തിന്റെ വാക്കുകളാണെന്ന് നമ്മൾ പ്രാരംഭമായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. We are going to examine today why the deity of Jesus Christ is the cornerstone of Christian faith. ഇന്ന് നമ്മൾ നോക്കാൻ പോകുകയാണ് എന്തുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ ദൈവത്വം എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആയി മാറുന്നത്. നമ്പർ 1, ജീസസ് എക്സിസ്റ്റഡ് ബിഫോർ ടൈം ബിഗൻ. ജീസസ് എക്സിസ്റ്റഡ് ബിഫോർ ടൈം ബിഗൻ. ഈ സമയം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കുന്നതിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ AD-ക്കും BC-ക്കും മുമ്പേ യേശു ഉണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ ഈ ഭൂമിയിൽ AD എന്ന് പറയുന്നത് അന്നേ ഡൊമിനി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ക്രൈസ്റ്റ്, BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്. നമുക്ക് ഇത് രണ്ടുമേ അറിയത്തുള്ളൂ. AD എന്താന്ന് നമുക്കറിയാം, BC എന്താണെന്നറിയാം. പക്ഷെ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ AD-ക്ക് മുമ്പ് BC-ക്ക് മുമ്പേ അവൻ ഉണ്ടായിരുന്നു. അവന് ഈ ടൈം സോണിന് അപ്പുറത്ത് അവൻ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1:1, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് and the word was with God and the word was God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. Here it is talking about the word, W capital letter, വലിയ അക്ഷരത്തിലുള്ള W, വേർഡ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമാണ് യേശു കർത്താവ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ 1-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. ആദിയിൽ, ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ദൂതന്മാരുണ്ടാകുന്നതിന് മുമ്പ്, ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് മുമ്പ്, ഈ എല്ലാ ആകാശഗോളങ്ങളും ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ഞാൻ പറഞ്ഞതുപോലെ ദൂതന്മാരും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ അവൻ ഉണ്ടായിരുന്നു എന്ന് അതിന്റെ അർത്ഥം. ആദിയിൽ, ഇൻ ദ ബിഗിനിങ് ഹി വാസ് ദേർ. അവൻ ആദിയിൽ ഉണ്ടായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം, ഈ വചനം എന്ന് പറയുന്നത് എന്താണ്? വചനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പേരാണോ എന്നറിയണമെങ്കിൽ ദൈവവചനത്തിൽ മറ്റൊരു ഭാഗത്ത് അത് എഴുതി വെച്ചിരിക്കുന്നു. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ഈ ഭൂമിയെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് ഇറങ്ങി വരുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം, റെവലേഷൻ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 19 വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ താഴേക്ക് എഴുതിയിരിക്കുന്നു. സകല മഹത്വത്തോടും കൂടി ലോകത്തിന്റെ ന്യായാധിപതിയായി ലോകത്തെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം, ദുഷ്ടതയെ ന്യായം വിധിക്കുവാൻ, ദുഷ്ടനെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം ദൈവം, ക്രിസ്തു യേശു, യഹോവ മഹത്വത്തോടെ ഇറങ്ങി വരുന്നതിനെ കുറിച്ച് 11 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു 19-ാം അധ്യായത്തിന്റെ. ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല. ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ, 2 വാക്യങ്ങൾ മാത്രം എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സ് 11 to 13. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. യേശു കർത്താവിനെ വിളിച്ചിരിക്കുന്നതാണ് ഹിസ് നെയിം ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്.
ദൈവവചനം എന്നാണ് അവന്റെ പേര്. ഈ വചനത്തെക്കുറിച്ചാണ് യോഹന്നാൻ ആത്മാവിൽ എഴുതിയിരിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കണമേ, ഹി വാസ് ദെയർ ബിഫോർ ദ ടൈം ബിഗൻ. പ്രൈസ് ഗോഡ്. നമ്പർ 2, ജീസസ് ക്ലെയിംഡ് ഇക്വാളിറ്റി വിത്ത് ഗോഡ്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അവൻ ദൈവത്തോട് സമത്വമുള്ളവനാണെന്ന് അവൻ അംഗീകരിച്ചിരുന്നു. ചില മത ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, യേശു കർത്താവ് എവിടെയെങ്കിലും വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ചിലർ ചോദിക്കാറില്ലേ, ഡിഡ് ഹി എവർ സേ ദാറ്റ് ഹി ഈസ് ഗോഡ്? ദിസ് ഈസ് ദി ആൻസർ. ഐ എം ഗോയിങ് ടു ഗിവ് യു ദി ആൻസർ ഫ്രം ദി സ്ക്രിപ്ചേഴ്സ്. ഹല്ലേലൂയ. അവൻ ദൈവമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? Jesus claimed equality with God. John chapter 8 verse 58. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യത്തിൽ പരീശന്മാരോടും സദൂക്യരോടും യഹൂദ ജനത്തോടും യേശു കർത്താവ് പറഞ്ഞു, ബിഫോർ എബ്രഹാം വാസ് ഐ ആം. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ബിഫോർ എബ്രഹാം വാസ് ഐ ആം. ഐ ആം ഈസ് ദ നെയിം ഓഫ് ഗോഡ്. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം ഈസ് ദ നെയിം ഓഫ് ഗോഡ്. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ബിഫോർ എബ്രഹാം വാസ് ഐ ആം. അബ്രഹാമിന് മുമ്പേ ഞാൻ ആകുന്നവൻ ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. കിങ് ജെയിംസ് വേർഷൻ ഒക്കെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻസ് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം, സാക്ഷാൽ ദൈവമായിരുന്നവൻ എബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട്. 2, ജോൺ ചാപ്റ്റർ 10 verse 30. ഐ ആൻഡ് ദ ഫാദർ ആർ വൺ. ഞാനും പിതാവും ഒന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഐ ആൻഡ് ദ ഫാദർ ആർ വൺ. ഞാനും പിതാവും ഒന്നാകുന്നു. That proves that he is God. John chapter 20 verse 28. Thomas worshipped Jesus. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, യേശു കർത്താവ് തോമാസിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് അവന്റെ അടുത്ത് കർത്താവിന്റെ വിലാപ്പുറം കാണിക്കുന്ന സമയത്ത്, കൈ കാണിക്കുന്ന സമയത്ത്, എൻ്റെ വിലാപ്പുറം കാണിക്കുന്ന സമയത്ത് തോമാസ് പറയുന്നത് എന്താ? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഓ ലോർഡ് ആൻഡ് മൈ ഗോഡ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് അവിടെ പറയുന്നു. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചേ, ഡിഡ് ജീസസ് എവർ കറക്റ്റ് ഹിം സെയിങ് ദാറ്റ് ഡോണ്ട് കോൾ മീ ഗോഡ്? യേശു കർത്താവ് അവിടെ പറഞ്ഞോ, നീ എന്നെ ദൈവം എന്ന് വിളിക്കരുതെന്ന്? നമുക്കറിയാം, ദൈവവചനത്തിൽ ഉടനീളം നോക്കുമ്പോൾ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നമുക്കറിയാം, ഭക്തന്മാരാരും തന്നെ ആരാധന സ്വീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ബർന്നബാസിന്റെയും പൗലോസിന്റെയും മുമ്പിൽ ആ ബർബരന്മാരൊക്കെ വീഴുന്ന സമയത്ത് അപ്പോസ്തല പ്രവർത്തനത്തിനകത്ത് കാണുവാനായിട്ട് കഴിയും. അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യരത്രേ ദൈവത്തെ ആരാധിക്കാന്ന് അവിടെ പറയുന്നുണ്ട്, ഇല്ലേ? അതുപോലെ പഴയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൂതന്മാരുടെ മുമ്പാകെ ഭക്തന്മാർ വീഴുന്ന സമയത്ത് അവരോട് ദൂതന്മാർ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലൊരു ദൂതൻ മാത്രമാണ് ഞാനെന്ന്, നിങ്ങളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട ദൂതൻ മാത്രമാണ് ഞാനെന്ന്. അപ്പോൾ വചനത്തിൽ വ്യക്തമായ തെളിവുണ്ട്, ദൈവമല്ലാത്ത ഒരുവനും ആരാധന സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, യേശു കർത്താവ് ആരാധന സ്വീകരിച്ചു. That proves that he is God. That proves that he is God. Jesus never corrected him. Throughout scriptures, angels reject worship. Faithful servants reject worship. Only God accepts worship. Jesus accepted it because he deserved it. യേശു കർത്താവ് ആരാധന സ്വീകരിച്ചു. Number 3, Jesus possesses the attributes of God. ദൈവത്തിൻ്റെ സ്വഭാവം യേശു കർത്താവിലുണ്ട്. വളരെ വ്യക്തമായിട്ട് കാണും. ഇതെനിക്ക് ആവർത്തിക്കാനുള്ള സമയമില്ല. സോ മേക്ക് എ നോട്ട്. ഡോണ്ട് വറി അബൌട്ട് ദിസ്. ഈ സെർമൺ നോട്ട്സ് ഐ എം ഗോയിങ് ടു പബ്ലിഷ് ഓൺ ദി ഇൻ്റർനെറ്റിനകത്ത് ഞാൻ ഈ സെർമൺ നോട്ട്സ് ഇടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രൂഫും ഇപ്പം ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ആൻഡ് റീഡ് ഇറ്റ് ഇഫ് യു വാണ്ട് ഓൺ ദി ഇൻ്റർനെറ്റ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആരും അത് നോട്ട്സ് എഴുതാനോ സമയം അതിനായിട്ട് ഉപയോഗിക്കേണ്ട. ജീസസ് possesses the attributes of God. ദൈവത്തിൻ്റെ സ്വഭാവം യേശു കർത്താവിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. ദൈവം ആരോ അവനിലുള്ള ദൈവത്തിൻ്റെ മഹത്വമേറിയ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിൻ്റെ ക്യാരക്ടേഴ്സ്, ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകൾ യേശു കർത്താവിൽ കാണാം. ഒന്ന്, ഹി ഈസ് ഇറ്റേണൽ. അവൻ നിത്യനാണ്. ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഐ ആം ദി അൽഫ ആൻഡ് ഒമേഗ. ഞാൻ ആദിയും അന്തവുമാകുന്നു. That means he is eternal. Jesus himself said that I am eternal. Number 2, he is omnipresent. അവൻ സർവ്വവ്യാപിയാണ്. There is no beginning and end to him.
ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഐ ആം വിത്ത് യു ഓൾവേസ്, ഞാൻ എന്നാളും നിങ്ങളോട് കൂടെയുണ്ട്. എത്ര തലമുറകൾ മാറിപ്പോയാലും, എത്ര നൂറ്റാണ്ടുകൾ പോയാലും, ലോകാന്ത്യത്തോളം ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. That shows that he is omnipresent. Hallelujah. Then he is omniscient. അവൻ സർവജ്ഞാനിയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 24-25 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. മനുഷ്യനിൽ ഉള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. ജീസസ് ന്യൂ വാട്ട് വാസ് ഇൻ എവരി പേഴ്സൺ. ദാറ്റ് മീൻസ് അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. നമുക്ക് ആർക്കെങ്കിലും അറിയാമോ നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത്? പക്ഷേ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു, മനുഷ്യനിലുള്ളത് എന്ത് അവനെന്ന് സ്വയമേ അറിഞ്ഞിരിക്കാൻ അവന് ആരുടെയും സാക്ഷ്യത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. സോ ഹി ഈസ് ഒംനിഷ്യന്റ്. ഹല്ലേലൂയ. Then he is omnipotent എന്ന് പറഞ്ഞാൽ അവൻ സർവശക്തനായ ദൈവമാണ്. The winds obeyed him. കാറ്റുകൾ അവനെ അനുസരിച്ചു. The sea obeyed him. സമുദ്രം അവനെ അനുസരിച്ചു. Disease obeyed him. അവൻ പ്രാർത്ഥിച്ചപ്പോൾ, അവൻ ശ്വാസിച്ചപ്പോൾ രോഗങ്ങൾ മാറി, രോഗികൾ സൗഖ്യമായി. Demons obeyed him. ഭൂതങ്ങളും അശുദ്ധാത്മാക്കളും അവൻ പറയുന്നത് കേട്ട് അനുസരിച്ച് വിറച്ചുകൊണ്ട് വിട്ടോടിപ്പോയി. Death obeyed him. മരണം അവനെ അനുസരിച്ച്. കാരണം മരിച്ചവരെ അവൻ പേര് ചൊല്ലി വിളിച്ചപ്പോൾ അവർ ജീവനോടുകൂടെ എഴുന്നേറ്റു. മരണം അവന് കീഴ്പ്പെട്ടു. നേച്ചർ റിക്കഗ്നൈസ് ഇറ്റ്സ് ക്രിയേറ്റർ. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഞാൻ ഓരോ വചനത്തിൽ പോയി അതെടുത്ത് കാണിക്കുവാൻ തക്കവണ്ണം എനിക്ക് സമയമില്ല. ഇതൊക്കെ കാണിക്കുന്നത് സർവശക്തനായ ദൈവമാണ് അവനെന്ന്, സർവശക്തനായ ദൈവമായിരുന്നു അവനെന്ന്. when he was living here നമ്മൾ പഠിക്കുന്നത് യേശു കർത്താവ് പൂർണ്ണ ദൈവമാണെന്ന്. എന്ന് അന്ന് അവൻ ആ ജഡത്തിലായിരുന്ന സമയത്ത്, അവൻ ശരീരത്തിലായിരുന്ന സമയത്ത്, 33-ൽ പരം വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത്, he was truly and fully God. That is the first point we are studying. He is omnipotent. അവൻ സർവശക്തനാണ്. He is immutable എന്ന് പറഞ്ഞാൽ അവൻ അനന്യനാണ്. He is immutable. അവൻ അനന്യനാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, Jesus Christ is the same yesterday, today and forever. യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെ. യേശു കർത്താവ് അനന്യനാണ്. ദൈവത്തിന് മാത്രമേ അനന്യനായിരിക്കാൻ പറ്റൂ. വചനം പറയുന്നു യേശു കർത്താവ് അനന്യനാണെന്ന്, അവിടുന്ന് സാക്ഷാൽ ദൈവമാണെന്ന്. So only God never changes. That means he is same yesterday, today and forever. Jesus Christ is the same. Hallelujah. So he is God. Number 4, Jesus performed the works of God. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിവുള്ള പ്രവൃത്തികൾ യേശു ചെയ്തു. ശ്രദ്ധിക്കണമേ, ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പ്രവൃത്തികൾ യേശു കർത്താവ് ചെയ്തു. നമ്പർ 1, ക്രിയേഷൻ. അവൻ സൃഷ്ടിച്ചു. സൃഷ്ടിയിൽ അവൻ ഉണ്ടായിരുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം, എവറിത്തിങ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ വാസ് ക്രിയേറ്റഡ് ത്രൂ ഹിം. നത്തിങ് എക്സിസ്റ്റ് അപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സൃഷ്ടിയിൽ ആരുണ്ടായിരുന്നു? യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പലരും ചോദിക്കുന്നു അവൻ ദൈവമാണോ, തെളിവെന്തുവന്ന്. ഈ തെളിവുകളാണ് തരുന്നത്. സഹോദരങ്ങളെ, ഇതൊരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു ക്രിസ്തു ഭക്തൻ എന്നുള്ള നിലയിൽ, ക്രിസ്തു ശിഷ്യൻ എന്നുള്ള നിലയിൽ നീയും ഞാനും അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ലോകം എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ വാ പൊളിച്ചു നിൽക്കാൻ ഇടയാകരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സഭയെ ഈ വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗാഡ്. സോ ഇൻ ക്രിയേഷൻ ഹി വാസ് ദേർ, സസ്റ്റൈനിങ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തെ അത് തകരാതെ വണ്ണം താങ്ങി പിടിച്ചിരിക്കുന്നത് ക്രിസ്തുവാണ്. വചനത്തിൽ എവിടെ എഴുതിയിരിക്കുന്നത്? എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 1:3. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. തൻ്റെ ബലമുള്ള വചനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ വഹിക്കുന്നവനാണ് ദൈവം, ക്രിസ്തു. പ്രൈസ് ഗാഡ്. He upholds all things by his powerful word. Every heart beats,
every star, every galaxy, it's all under his authority. He is holding up them. Hallelujah. എത്ര ശ്രേഷ്ഠമായ യേശു. Then ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഫോർഗീവ്നെസ് ഓഫ് സിൻ, പാപങ്ങളെ ക്ഷമിക്കുവാനുള്ള അധികാരം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പാരലിറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്നിട്ട് റൂഫ് ഇളക്കിയിട്ട്, മേൽക്കൂര ഇളക്കിയിട്ട് ഒരു തളർവാദ രോഗിയെ താഴേക്ക് ഇറക്കുന്നതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവൻ്റെ രോഗത്തെ സൗഖ്യമാക്കി അവൻ്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുന്നത് കേട്ട്, പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് കേട്ടിട്ട് അടുത്ത് നിന്ന പരീശന്മാരൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഹൂ ക്യാൻ ഫോർഗീവ് സിൻസ് ബട്ട് ഗോഡ് അലോൺ? ദൈവത്തിനല്ലാതെ ആർക്ക് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട്? ഇവൻ എന്തുകൊണ്ടാണ് പാപങ്ങളെ മോചിക്കുന്നത്? That proves that he is God. Only God could forgive sins and he forgives sins. ഇനി നീ പാപം ചെയ്യരുത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. റേസിംഗ് ദ ഡെഡ്, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ യേശു കർത്താവിന്, ദൈവത്തിന് മാത്രമേ കഴിയൂ. യേശു കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടോ? സാക്ഷാൽ ദൈവമാണവൻ. ദൈവം മാത്രം ചെയ്യുന്ന കാര്യമാണ് അവൻ ചെയ്തത്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ദൈവങ്ങളെന്ന് പറയുന്നവർ ഒരാളെ നിങ്ങൾ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളവരായിരിക്കട്ടെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെന്ന് പറയുന്നവരായിക്കൊള്ളട്ടെ, ഇതിലേതെങ്കിലും ഒന്ന് ഇവർക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? യു ടെൽ മീ, ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. റൈസിംഗ് ദ ഡെഡ്, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകും. ഹല്ലേലൂയ. കർത്താവ് ഉയർപ്പിച്ചിട്ടില്ലേ? എത്രയോ പേരെ ഉപയോഗിച്ചു അല്ലേ? ലാസറിനെ ഉയർപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. തബീത, ഇവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഹല്ലേലൂയ. ഒത്തിരി പേരെ കർത്താവ് തൻ്റെ ശക്തിയാലും തൻ്റെ അപ്പോസ്തലന്മാരാലും കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. Then number 5, Jesus received worship. യേശു കർത്താവ് അവൻ കുഞ്ഞായിരുന്ന സമയം മുതൽ ആ മാഞ്ചറിൽ, ആ പുൽത്തൊട്ടിയിൽ അവൻ ജനിച്ച ആ സമയം മുതൽ അവൻ ആരാധന സ്വീകരിക്കുമായിരുന്നു. നമുക്കറിയാം, ത്രൂ ഔട്ട് ദ സ്ക്രിപ്ചർ പീപ്പിൾ വർഷിപ്ഡ് ജീസസ്. ദ വൈസ് മെൻ, നമുക്കറിയാമല്ലോ, അവർ സമ്മാനങ്ങളുമായിട്ട് ഈ കുഞ്ഞായി കിടക്കുന്ന കാലിത്തൊഴുത്തിൽ യേശു കർത്താവിനെ മറിയ പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞിനെ കാണുവാൻ തക്കവണ്ണം കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നപ്പോൾ അവർ പൊന്നുമൂര് കുന്തിരിക്കമൊക്കെ കൊടുത്തിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ദേ വർഷിപ്ഡ് ഹിം, അവർ അവനെ ആരാധിച്ചു. Praise God. The disciples worshipped him. Hallelujah. നമുക്കറിയാം, കടലും കോളും എല്ലാം കൂടെ വന്നിട്ട് കടലിൽ പടക് മുങ്ങാറായ സമയത്ത് യേശു കർത്താവ് കടലിനെയും കോളിനെയും ഒക്കെ ശാസിച്ച് കഴിയുമ്പോൾ അവിടെ പറയുന്നു, യേശു ശിഷ്യന്മാർ അവനെ നമസ്കരിച്ചു, അവനെ ആരാധിച്ചു. Praise the Lord. അതുപോലെ the blind man, when he was healed, he worshipped him. Praise God. തോമസ് worshipped him. തോമസ് അവനെ ആരാധിച്ചു. അതുപോലെ കണ്ണുപൊട്ടനായിരുന്നവൻ കർത്താവിനെ ആരാധിച്ചു. ശിഷ്യന്മാർ അവനെ ആരാധിച്ചു. അത് മാത്രമല്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അവനെ കാണുവാൻ, അവനെ കണ്ട ആ സ്ത്രീകൾ അവനെ ആരാധിച്ചു. They worshipped him. Praise God. In Revelation, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, every creature in heaven worship the lamb. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ സ്വർഗത്തിലെ സകല സൈന്യവും ആരാധിച്ചു എഴുതിയിരിക്കുന്നു. Praise God. If Jesus were not God, heaven itself would be committing idolatry. യേശു കർത്താവ് ദൈവമല്ലായിരുന്നുവെങ്കിൽ സ്വർഗത്തിലെ സകല സൈന്യവും യേശുവിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? സ്വർഗം പോലും വിഗ്രഹാരാധന നടത്തിയെന്ന് അതിൻ്റെ അർത്ഥം. ഡു യു തിങ്ക് ദാറ്റ്? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അവൻ സാക്ഷാൽ ദൈവമാണ്. ഹി ഈസ് ട്രൂലി ഗാഡ്. പ്രൈസ് ഗാഡ്. Now the next point is says, why does the deity of Jesus Christ matter? ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവൻ ദൈവപുത്രനാണോ ദൈവമാണോ എന്നറിയേണ്ട ആവശ്യം എന്താ നമുക്ക്? Why do we need to study it? Why do we need to make it a strong pillar of our faith? നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു സ്ട്രോങ് പില്ലറായി, ഒരു ബാക്ക് ബോണായിട്ട് അതിനെ കാണേണ്ട ആവശ്യകത എന്താണ്? യോഹന്നാന്റെ സുവിശേഷം, some ask, what difference does it make? It makes every difference. അതങ്ങനെ വിശ്വസിച്ചേ മതിയാകും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെയ്ത്തിന് യാതൊരു ബേസും ഇല്ലാതെ വരും. നമ്മുടെ വിശ്വാസത്തിന് ഒരു ബേസും ഇല്ലാതെ വരും. നമ്മളെല്ലാം വിഗ്രഹാരാധികളാകും. സത്യദൈവത്തെ വിട്ടിട്ട് ഈ ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യന്റെ പിന്നാലെ പോയി മനുഷ്യനെ ആരാധിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറും. അത് ദൈവസന്നിധിയിൽ ഒരിക്കലും നമുക്ക് നിത്യതയിൽ എത്തുക എന്നുള്ളതല്ല, നമ്മൾ വിഗ്രഹാരാധികളായി മാറും. അപ്പൊ ഞാൻ വിഗ്രഹാരാധി അല്ലെന്ന് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എനിക്ക് കർത്താവിൻ്റെ ഡിയറ്റിയെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു.
യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓൺലി ഗോഡ് കുഡ് റിവീൽ ഗോഡ്. ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഒരു മനുഷ്യന് കഴിയുമോ? ദൈവം ആരാന്ന്, ദൈവത്തോട് കൂടെ ഇരുന്ന് സ്വർഗം എന്താണെന്ന്, സ്വർഗത്തിൽ വസിച്ച് സ്വർഗത്തിൽ കഴിഞ്ഞ് ഒരുവന് വന്ന് ഈ ഭൂമിയിൽ പറയാൻ പറ്റും? അവിടെ നരകമുണ്ടെന്നുള്ളത് യേശു കർത്താവ് ഏതാണ്ട് 60-ൽ പരം പ്രാവശ്യം നരകത്തെക്കുറിച്ച് യേശു കർത്താവ് പറയുന്നുണ്ട് സുവിശേഷങ്ങളിൽ. യേശു കർത്താവ് നരകത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ, അതിനെ സൃഷ്ടിച്ചില്ലെങ്കിൽ, അതിലേക്ക് ഒരാളെ അയക്കാനും തള്ളിയിടുവാനും അവന് അധികാരമില്ലെന്നുണ്ടെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നരകത്തെക്കുറിച്ച് നമ്മളോട് പറയുമോ? മറ്റാരെങ്കിലും നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിയേ. സ്വർഗത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവവചനത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പളുങ്ക് നദിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ തീരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പല കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് വന്നവനല്ലെങ്കിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റുമോ? സോ ഓൺലി ഗോഡ് കുഡ് റിവീൽ ഗോഡ്. ദൈവത്തിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയൂ. സോ ഹീസ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹൂഎവർ ഹാസ് സീൻ മീ ഹാസ് സീൻ ദ ഫാദർ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് ചോദിച്ചു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണെന്നറിയാം? ഫിലിപ്പിനോട് പറയുകയാണ്, യേശു കർത്താവ് പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. നീ എന്നെ കണ്ടെങ്കിൽ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ ആം ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്പർ 2, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, when we see Jesus loving, യേശു സ്നേഹിച്ചതുപോലെ ആ സ്നേഹത്തെ കാണുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കറിയാം. when we see the way he forgives, അവൻ പാപങ്ങളെ ക്ഷമിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് ദൈവമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അവൻ്റെ കരുണ കാണുമ്പോൾ അവൻ ദൈവമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവൻ ജഡ്ജ് ചെയ്യുന്നത് കാണുമ്പോൾ അവൻ ദൈവമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവൻ്റെ വിശുദ്ധി, പരിശുദ്ധി കാണുമ്പോൾ അവൻ ദൈവമാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. Only God could save humanity. മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അവൻ ദൈവമല്ലെങ്കിൽ, അവൻ മരിച്ചതുകൊണ്ട് അവനെ പോലെ സമസ്വഭാവക്കാരായ കോടിക്കണക്കിന് മനുഷ്യരെങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? അവൻ വെറും മനുഷ്യനായിരുന്നെങ്കിൽ. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുമോ? സങ്കീർത്തനക്കാരൻ പറയുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനോ അവന് മറുവില കൊടുക്കുവാനോ ആർക്ക് കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ശവക്കുഴിയിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ തക്കവണ്ണം, അവന് റാൻസമായിട്ട് അവന് വേണ്ടി മറുവിലയായി തീരുവാൻ തക്കവണ്ണം മറ്റൊരു സഹോദരന് കഴിയത്തില്ല. ദൈവത്തിന് മാത്രമേ കഴിയൂ ആ പ്രവൃത്തി. Only God could save humanity. ഹല്ലേലൂയ. ഞാൻ വേഗം പോട്ടെ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ലല്ലോ സഹോദരങ്ങളെ. പൗലോസ് 1 തീമോത്തി 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, For there is one God and there is one mediator between God and man, the man Christ Jesus. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മാത്രം, മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. Only God deserves absolute worship. നമ്മളിപ്പോൾ കേട്ടതുപോലെ ദൈവത്തിന് മാത്രമേ ആബ്സല്യൂട്ട് വർഷിപ്പ് റിസീവ് ചെയ്യുവാനായിട്ട് പറ്റൂ. യേശു കർത്താവ് അത് റിസീവ് ചെയ്തു. So he is God. Hallelujah. He is not simply a human teacher or a human guru or someone. Every knee shall bow before him and every tongue shall confess that Jesus Christ is the Lord, to the glory of God the Father. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വം ഏറ്റു പറയുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ മനസ്സിലാവും യേശു കർത്താവ് ദൈവമാണെന്ന്. ആർക്കെങ്കിലും ഇപ്പോൾ സംശയമുണ്ടോ? ഇതിൽ കൂടുതൽ എന്ത് പ്രൂഫാണ്? എത്ര വചനങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. ഇതൊക്കെ ഓരോ വാക്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. കഴിഞ്ഞ നാളുകളിൽ ഇതിൻ്റെയൊക്കെ മെസ്സേജുകളൊക്കെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വി ഹാവ് ഇനഫ് എവിഡൻസ് ഫ്രം ഗോഡ്സ് ഹോളി ബുക്ക്. ദൈവത്തിൻ്റെ ഈ പരിശുദ്ധ പുസ്തകത്തിൽ നിന്ന് തന്നെ, ഇത് ദൈവം തന്ന പുസ്തകമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ഇതിലെഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെ യേശു കർത്താവ് സാക്ഷാൽ ദൈവമാണെന്ന് നമുക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ. നമ്പർ 2, ജീസസ് ക്രൈസ്റ്റ് വാസ് ഫുള്ളി ഹ്യൂമൻ. യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനുമാണ്. 1, അവൻ പൂർണ്ണ ദൈവമാണ്. 2, അവൻ പൂർണ്ണ മനുഷ്യനാണ്. ഈ ഭാഗം നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കാൻ പറ്റും? നമ്മളൊക്കെ ചിലർ ചിന്തിക്കുന്നത് എന്താ പറയുക, ഇതൊക്കെ ചുമ്മാ തലയ്ക്ക് ചൂടാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വേറെ വിടുന്നു. ഞാൻ വിശ്വസിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്വർഗത്തിലേക്ക് പോകും. അതെന്ന് പറയുന്നത് സെൽഫിഷ്നെസ്സാണ്.
സ്വാർത്ഥതയാണ്. ഒന്നും അറിയാതെ ചുമ്മാ കണ്ണുമടച്ച് വിശ്വാസം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്നും അറിയാതെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിയ ഒരാളെ നീതിയിലേക്ക് നയിക്കണമെങ്കിൽ, ഒരാളെ രക്ഷയിലേക്ക് നയിക്കണമെങ്കിൽ, ഒരാളോട് സത്യം പ്രസംഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? അത് ശരിയല്ലേ? അതോ ഇതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യക്തമായി നമ്മളിത് പഠിക്കണം, ഇതിനെ മനസ്സിലാക്കണം, ഇതിന് നോട്ട്സ് എഴുതണം. ഇത് നമ്മൾ ഹൃദയത്തിൽ പഠിച്ച് മനസ്സിലാക്കി ദൈവിക കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ വിശ്വാസമാണ് യേശു പൂർണ്ണ ദൈവമായിരുന്നു. ഹി വാസ് ഫുള്ളി ഗോഡ് ആൻഡ് ഹി വാസ് ഫുള്ളി മാൻ. ഈ ട്രൂത്താണ് ദൈവത്തിൻ്റെ സഭയെ ഇന്ന് വരെ നിലനിർത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സഭയുടെ ഗോഡ്സ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ബേസിക് ഫൗണ്ടേഷനാണ് ഈ രണ്ട് ട്രൂത്തുകൾ. ഒരേ സമയത്ത് അവൻ ദൈവമാണ്, ഒരേ സമയത്ത് അവൻ മനുഷ്യനുമാണ്. അവൻ ദൈവമായിരുന്നത് കൊണ്ടാണ് എനിക്ക് അവനോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്. അവൻ മനുഷ്യനായിരുന്നത് കൊണ്ടാണ് അവൻ എനിക്കൊരു എക്സാമ്പിളായി മാറിയത്. ചിന്തിക്കണമേ, യേശു കർത്താവ് ദൈവമായിരുന്നത് കൊണ്ടാണ് എനിക്ക് അവനോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്, അവനെ ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നത്. യേശു കർത്താവ് മനുഷ്യനായിരുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അവൻ മാതൃകയായി തീർന്നത്. അവൻ നടന്ന പാതയിലൂടെ നടക്കുവാൻ തക്കവണ്ണം എനിക്കിടയാകുന്നത്. പ്രൈസ് ഗോഡ്. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. The incarnation is not simply God appearing to be human. It is the eternal Son of God truly talking on a complete human nature. It is the eternal Son of God truly taking on a complete human nature. ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി വന്നു എന്ന് പറഞ്ഞ് ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് മാത്രമല്ല, that means he was taking the human form in every second of his earthly life. സാക്ഷാൽ ദൈവമായിരുന്നവൻ അവൻ ഈ ഭൂമിയിൽ ജീവിച്ച ഓരോ നിമിഷവും ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് തന്നെ ഈ ഭൂമി ജീവിച്ചു. ഇറ്റ് ഈസ് അമേസിങ്. നമ്മളത് ചിന്തിച്ച് നോക്കണം, കേൾട്ടങ്ങ് മറന്നു പോവുകയല്ല. മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവ് എന്താണെന്നറിയാമോ? ചിന്തിക്കുവാനുള്ള ഒരു കഴിവുണ്ട്, അപ്ലൈ ചെയ്യുവാനുള്ള കഴിവുണ്ട്. അതിന് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്ലൈ ചെയ്യുവാനുള്ള കഴിവുണ്ട്. നമ്മളിൽ പലരും എന്തോന്നറിയാമോ, ആ കഴിവ് ഉപയോഗിക്കത്തില്ല. നമ്മൾ കേട്ടു, ആ വിഷയം അങ്ങ് വിട്ടു. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു, പിന്നെ ആ ഭക്ഷണത്തെക്കുറിച്ച് മറന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നലത്തെ ലഞ്ചിന് എന്തുണ്ടായിരുന്നു ചോദിച്ചാൽ ഇവിടെ നിന്ന് എല്ലാവരും ആലോചിക്കും. ഇന്നത്തെ ലഞ്ചിന് എന്തായിരുന്നു ചോദിച്ചാലും പെട്ടെന്ന് തലചൊറിയും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചു, നമ്മൾ മറന്നു. ദൈവത്തിൻ്റെ തിരുവചനം അങ്ങനെ ആകരുത് ദൈവമക്കളെ. ദൈവത്തിൻ്റെ തിരുവചനം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങണം. ദൈവത്തിൻ്റെ തിരുവചനമാണ് എൻ്റെ നിത്യതയെ ബന്ധിപ്പിക്കുന്ന വിഷയമാണ്. എൻ്റെ രക്ഷയെ സ്വാധീനിക്കുന്ന, എൻ്റെ രക്ഷയെ സംബന്ധിക്കുന്ന വിഷയമാണ്. എൻ്റെ നിത്യതയെ സംബന്ധിക്കുന്ന വിഷയമാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവരുടെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. He did not stop being God, nor did he merely wear a human body like a garment. അവൻ പൂർണ്ണ മനുഷ്യനായി ജീവിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ലോഡ്ഷിപ്പ്, അവൻ്റെ ഡയറ്റി സീസ് ചെയ്തു എന്നല്ല അർത്ഥം. അല്ലെങ്കിൽ യേശു മനുഷ്യന്റെ ഒരു വസ്ത്രം എടുത്തിട്ടെന്ന്, മനുഷ്യന്റെ ഒരു രൂപം എടുത്തിട്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഹി വാസ് റൈച്ചസ് and he was honestly and he was committed to every single breath of a man. ഒരു മനുഷ്യന്റെ ശ്വാസം പോലും അവൻ വിശ്വസ്തയോടെ മനുഷ്യനായി ജീവിച്ചു എന്നാണ്. അവൻ അഭിനയിക്കുകയായിരുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ രൂപം അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ക്യാരക്ടർ, യേശു കർത്താവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ രൂപം ഒരാളൊരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ we know that he is acting. On the screen he is Jesus Christ, but in his private life he could be somebody else. അല്ലേ? യേശു കർത്താവിൻ്റെ രൂപം ഒരു ആക്ടർ അഭിനയിക്കുകയാണെന്ന് വെച്ചാൽ ഒരു സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു ഡ്രാമയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയ്ക്കകത്ത് നമ്മൾ അവനെ മുമ്പിൽ കാണുമ്പോൾ യേശു കർത്താവ് എല്ലാ രീതിയിലും, സംസാരത്തിൽ, പ്രവൃത്തിയിൽ, അഭിനയത്തിലെല്ലാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ജീവിതം എന്തോ യേശു കർത്താവാണോ? അല്ല. യേശു അങ്ങനെ ആയിരുന്നില്ല. അവൻ സാക്ഷാൽ ദൈവമായിട്ട് ഈ ഭൂമി വന്ന് മനുഷ്യനായിട്ട് അഭിനയിക്കുകയല്ലായിരുന്നു ചെയ്തത്, അവൻ മനുഷ്യനായിട്ട് ജീവിക്കുകയായിരുന്നു ചെയ്തത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആൻഡ് ദ വേർഡ് ബിക്കേം ഫ്ലെഷ് ആൻഡ് ഡ്വെൽറ്റ് എമംഗ്സ്റ്റ് us. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വ്യക്തമായിട്ട് പറയുക,
യോഹന്നാന്റെ സുവിശേഷം 1:14 കൃപയും സത്യവും നിറഞ്ഞവനായി വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു. യേശു കർത്താവിനെ കുറിച്ചാണ്. നമ്പർ 1, ഇൻകാർണേഷൻ വാസ് എ റിയൽ ഹ്യൂമൻ ബർത്ത്. യേശു കർത്താവിൻ്റെ മനുഷ്യ അവതാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജനനമായിരുന്നു. ഓൾ ഓഫ് എ സഡൻ ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുകയല്ലായിരുന്നു ചെയ്തത്. അവനൊരു കുഞ്ഞായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ അവൻ നമ്മളൊക്കെ കിടന്നതുപോലെ സെർട്ടൈൻ മന്ത്സ്, ചില മാസങ്ങൾ അവൻ അമ്മയുടെ ഉദരത്തിൽ കിടന്നു. നമ്മളെയൊക്കെ പ്രസവിച്ചതുപോലെ ഈ കുഞ്ഞിനെയും ആ അമ്മ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഹി റിയലി ടുക്ക് ദ ഹ്യൂമൻ നേച്ചർ, ഹ്യൂമൻ ലൈഫ്. ഗലാത്യലേഖനം 4:4 എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നോക്കിയേ, സ്ത്രീയിൽ നിന്ന് ജനിച്ചു. ഗലാത്യലേഖനം 4:4 ജീസസ് ഡിഡ് നോട്ട് സഡൻലി അപ്പിയർ ആസ് എ ഫുള്ളി ഗ്രോൺ മാൻ. He was conceived in the womb of Mary by the Holy Spirit. He developed as every unborn child develops. He was born into this world through childbirth. ഇതൊക്കെ നമുക്കറിയാമല്ലോ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. നമ്പർ 2, ജീസസ് possessed the complete human nature. യേശു കർത്താവ് ഒരു മനുഷ്യന്റെ സകല സ്വഭാവവും അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. Some have imagined that Jesus merely appeared human, but scripture teaches the otherwise. ചിലർ വിചാരിക്കുന്നത് യേശു കർത്താവ് ആ രൂപത്തിലും ഭാവത്തിലും മാത്രമേ മനുഷ്യനായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ദൈവവചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു സാക്ഷാൽ മനുഷ്യനെ പോലെ അവൻ വിശന്നു, സാക്ഷാൽ മനുഷ്യനെ പോലെ അവൻ കരഞ്ഞു, സാക്ഷാൽ മനുഷ്യനെ പോലെ അവൻ ക്ഷീണിച്ചു, സാക്ഷാൽ മനുഷ്യനെ പോലെ മറ്റുള്ളവരെ സ്നേഹിച്ചു, സാക്ഷാൽ മനുഷ്യനെ പോലെ മറ്റുള്ളവരോട് കൂടെ സംസാരിച്ച് അവരുടെ കൂടെ നടന്നു. നമ്മളൊക്കെ ചെയ്യുന്നതെല്ലാം അവൻ ചെയ്തു. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ശരീരം പോലെ അവനും ഉണ്ടായിരുന്നു. ലൂക്കോസിന് സുവിശേഷം നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പോലും ലൂക്കോസിന് സുവിശേഷം 24:39 പറയുന്നു, ഞാൻ തന്നെയാകുന്നു, എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയുമില്ലല്ലോ എന്ന് പറഞ്ഞു. So Jesus even asked his disciples to touch him because they feared that he was cursed. അവൻ ഭൂതമാണെന്ന് പേടിച്ച് ശിഷ്യന്മാർ ഭയന്ന് പുറകോട്ട് മാറിയപ്പോൾ പറഞ്ഞു, ഭൂതത്തിനുള്ളതുപോലെ ആണോ എൻ്റേതല്ല, എനിക്ക് ശരീരമുണ്ട്, നിങ്ങൾ കൈനീട്ടി എന്നെ തൊട്ട് നോക്ക്. ഹല്ലേലൂയ. He possessed a human mind. Because Luke tells, ലൂക്കോസിന്റെ സുവിശേഷം 2:52 പറയുന്നു, ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം, ഇൻ സ്റ്റാച്ചർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. അവൻ ജ്ഞാനത്തിൽ വളർന്നു വന്നെന്ന്, ശരീരത്തിൽ വളർന്നു വന്നെന്ന്, കൃപയിലും ജ്ഞാനത്തിലും അവൻ മുതിർന്നു വന്നെന്ന് വ്യക്തമായിട്ട് യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു. സോ ഹി possessed a human nature. He possessed human emotions. He rejoiced, he loved, he grieved, he wept at the tomb of Lazarus. ലാസറിന്റെ കല്ലറയ്ക്കൽ അവൻ കരഞ്ഞു. അവൻ സന്തോഷിക്കുന്നത് കണ്ടു, അവൻ സ്നേഹിക്കുന്നത് കണ്ടു, അവൻ ദുഃഖിക്കുന്നത് കണ്ടു, അവനിൽ ഇമോഷൻസ് നമ്മൾ കണ്ടു. ഹി possessed a human will. ഒരു മനുഷ്യന്റെ വില്ല് അവനുണ്ടായിരുന്നു. നമുക്കുള്ളതിൻ്റെ കൂട്ടൊരു വില്ലുണ്ടായിരുന്നു. ഗെത്സമന തോട്ടത്തിൽ നിന്ന് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. That means he had his own will. ഹല്ലേലൂയ. ലൂക്കോസിന്റെ 22 നിങ്ങൾ വായിച്ചാൽ മതി അത്. This prayer reveals his perfect submission to his father. Jesus was not partly human, he was completely human, yet he remained completely without sin. പകുതി മനുഷ്യനായിരുന്നില്ല, അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു കാണുവാനായിട്ട് കഴിയും. നമ്പർ 3, ജീസസ് എക്സ്പീരിയൻസ് ദ റിയാലിറ്റീസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അവൻ എക്സ്പീരിയൻസ് ചെയ്തു, അനുഭവിച്ചു. ഹല്ലേലൂയ. He became tired. യോഹന്നാന്റെ സുവിശേഷം 4 നമ്മൾ കാണുന്നുണ്ട്, യാക്കോബിന്റെ കിണറിന്റെ തീരത്ത് കർത്താവ് വിശന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നുണ്ട്. ദാഹിച്ചിട്ട് വന്ന സ്ത്രീയോട് പറയുന്നുണ്ട്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണമെന്ന്. That shows that he is a true man. He was a fully man. He became thirsty on the cross. കുരിശിന്മേൽ അവൻ കരഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 10 പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. That shows he is human. Hallelujah. He slept. അവൻ ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്, അല്ലേ? പടകിൽ കിടന്ന് ഉറങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 8:9 പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹി എക്സ്പീരിയൻസ് റിജക്ഷൻ.
അവൻ നിന്നെ അനുഭവിച്ചു. ഹിസ് ഓൺ പീപ്പിൾ ഡിഡ് നോട്ട് റിസീവ് ഹിം. അവന്റെ സ്വന്തക്കാർ പോലും അവനെ സ്വീകരിച്ചില്ല. ഹി വാസ് മിസ്അണ്ടർസ്റ്റുഡ് ബൈ ഹിസ് ഫാമിലി. അവന്റെ കുടുംബക്കാർ അവനെ തെറ്റിദ്ധരിച്ചു. ഹി വാസ് ബിട്രേഡ് ബൈ ഹിസ് ഡിസൈപ്പിൾ. അവന്റെ ശിഷ്യന്മാർ അവനെ ഒറ്റിക്കൊടുത്തു. ഹി വാസ് അബാൻഡൻഡ് ബൈ ഹിസ് ഡിസൈപ്പിൾസ്. അവന്റെ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി. ഒരു മനുഷ്യൻ കടന്നു പോകുന്നതാ ഇതൊക്കെ അല്ലേ? അതിനകത്തൂടൊക്കെ യേശു കർത്താവ് കടന്നുപോയി. ഹി എൻഡ്യൂർഡ് ഫോൾസ് അക്യൂസേഷൻ, അൺഫെയർ ട്രയൽ, മോക്കിംഗ്, സ്കോർജിങ് ആൻഡ് ക്രൂസിഫിക്ഷൻ. എല്ലാ നിന്ദയും പരിഹാസങ്ങളും പീഡനങ്ങളും കല്ലേറും എല്ലാം കർത്താവ് അനുഭവിച്ചു. The Son of God endured every dimension of human suffering except sin itself. പാപം കൂടാതെ മനുഷ്യന്റെ സകല അനുഭവങ്ങളിലൂടെയും അവൻ കടന്നുപോയി. ലാസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ജീസസ് was tempted yet without sin. പാപം ഇല്ലാതെ, പാപം ഒഴികെന്നല്ല, മലയാളത്തിൽ പാപം ഒഴികെന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പാപം ഒഴികെന്നല്ല, പാപമില്ലാതെ സകലത്തിലും നമുക്ക് തുല്യനായി അവൻ പരീക്ഷിക്കപ്പെട്ടു. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഇല്ലാതെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ജീസസ് എക്സ്പീരിയൻസ് റിയൽ ടെംപ്റ്റേഷൻ. ഹല്ലേലൂയ. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് തുല്യമായി യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. ശ്രദ്ധിക്കണമേ, നമ്മൾ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്? നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് രണ്ട് രീതിയിലാണ്, ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ഫ്രം ഇൻസൈഡ്. കഴിഞ്ഞ സൺഡേയിൽ ഞാൻ അല്പം മാത്രം ഒരു ചെറിയ മാത്രം എടുത്ത് ഇന്നതൊന്ന് വിശദീകരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത്? അവൻ അകത്തു നിന്ന് പരീക്ഷണമുണ്ട്, പുറത്തു നിന്ന് പരീക്ഷണമുണ്ട്. അകത്തു നിന്നുള്ള പരീക്ഷണം എന്ന് പറയുന്നത് സിൻഫുൾ ഡിസയേഴ്സ്. അകത്തു നിന്ന് ജഡത്തിൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ ജഡത്തിൽ ജനിച്ചവരാ, ആദമിൻ്റെ സന്തതിയായിട്ട് ആദമിലൂടെ വന്നവരാ. എൻ്റെ അപ്പൻ്റെ പാപം, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ ജീന്, എൻ്റെ അപ്പൻ്റെ സ്വഭാവം, എൻ്റെ ജീൻ നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ DNA നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ DNA ആണ് അല്ലേ? എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ അപ്പൻ്റെ DNA ആണ് എനിക്കുള്ളത്. അപ്പോൾ അപ്പൻ്റെ സ്വഭാവം എന്നിലുണ്ട്, അതെല്ലാം കാണും, ആ നേച്ചർ കാണും, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് അതെൻ്റെ ജഡത്തിലൂടെ കടന്നു വന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പാപമുണ്ട്, എൻ്റെ ചിന്തകൾക്കകത്ത് പാപമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പഴയ മനുഷ്യനുണ്ടായിരുന്നു. ചിന്തിക്കണമേ, യേശു കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ ആ പഴയ മനുഷ്യനെയാണ് കൊന്നിട്ട് പുതിയൊരു മനുഷ്യൻ നമ്മളിൽ നിന്ന് എഴുന്നേൽക്കുന്നത്, ന്യൂ മാൻ. ഹല്ലേലൂയ. എന്നിട്ടും ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ ജഡം വർക്ക് ചെയ്യുന്നില്ലയോ? ഇപ്പോഴും കൊണ്ട് ജഡത്തിന്റെ സ്വഭാവം നമ്മൾ വരുന്നില്ലേ? തീർച്ചയായിട്ടും വരുന്നുണ്ട്, ഇല്ലെന്നാരും പറയരുത് കേട്ടോ. ജഡത്തിന്റെ സ്വഭാവം നമ്മൾ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അപ്പൊ എൻ്റെ ചോദ്യം എന്തെന്ന് ചോദിച്ചാൽ, യേശു കർത്താവിന് അങ്ങനെ ഉണ്ടായിരുന്നു? യേശു കർത്താവിൻ്റെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള മോഹം ഉണ്ടായിരുന്നു? യേശു കർത്താവിൻ്റെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള മോഹം ഉണ്ടെങ്കിൽ പിന്നെ അവനെങ്ങനെയാണ് ദൈവമാകുന്നത്? ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. വചനം പറയുന്നതിന് മുമ്പായിട്ട് രണ്ട് തിയറി ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ രണ്ട് തരത്തിലാണ് ഒരു മനുഷ്യന് പാപമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ടെംപ്റ്റഡ് ആകുന്നത്, പ്രലോഭിക്കപ്പെടുന്നത്. ഒന്ന്, അകത്തു നിന്ന് നമ്മുടെ ജഡത്തിൽ നിന്നുള്ള ഫ്ലഷ്ലി അല്ലെങ്കിൽ സിൻഫുൾ നേച്ചർ ഫ്രം ഇൻസൈഡ്. പുറത്തു നിന്നുള്ളതാണ് അടുത്തത്, എക്സ്റ്റേണൽ ആയിട്ട്. അതെന്താണെന്ന് അറിയാമോ? ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അതുപോലെ പിശാചിൽ നിന്നുള്ളത്. ഇത് രണ്ടുമാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തേതില്ലായിരുന്നു. എന്ത്? അകത്ത് നിന്നുള്ള ഡിസയർ, പാപം ചെയ്യുവാനുള്ള ആഗ്രഹം യേശുവിനില്ലായിരുന്നു. പോയിന്റ് കറക്റ്റായിട്ട് ചിന്തിക്കണം. നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. അപ്പം നമ്മൾ തുല്യമായി പരീക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്ത് നിന്നുമുണ്ട്, പുറത്തു നിന്നുമുണ്ട്. പക്ഷേ യേശു കർത്താവിന് അകത്തു നിന്നില്ല, പുറത്തു നിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വളരെ വ്യക്തമായിട്ട് നിങ്ങളിത് കേൾക്കണം. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട്, യേശു കർത്താവ് കോപിച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് തുല്യമായിട്ടുള്ളതല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശു കർത്താവ് കോപിച്ചത് നമ്മൾ കോപിക്കുന്ന പോലാണോ? അല്ല. അതിന് തെളിവ് ഞാൻ പറഞ്ഞു തരാം. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പൗലോസ് കോപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മഹാപുരോഹിതനായ അനന്യാസിനോട് പറയുന്നുണ്ട്, വെള്ള തേച്ച ചുമരെ നീ എന്നെ ന്യായപ്രമാണത്തിന് വിരോധമായി അടിക്കാൻ കൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? ന്യായപ്രമാണത്തിന് വിരോധമായി അടിക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, നീ മഹാപുരോഹിതനെ എന്താ ശാസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഉടനെ എന്താ പൗലോസ് പറഞ്ഞത്? മഹാപുരോഹിതനെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സോറി, ആ ക്ഷമാപണം നടത്തുന്നുണ്ട് അല്ലേ? ആ രീതിയിൽ നടത്തുന്നുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു കർത്താവ് പരീശന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, വെള്ള തേച്ച ശവക്കല്ലറകൾ എന്ന് പറയുന്നുണ്ട്. കർത്താവ് എവിടെയെങ്കിലും സോറി പറഞ്ഞു? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സോറി പറഞ്ഞത് കർത്താവ്? Because his wrath, his anger was holy anger.
ഇറ്റ് വാസ് നോട്ട് ഫോർ ഹിം. നമ്മൾ കോപിക്കുന്നത് നമ്മുടെ ജഡത്തിൽ നിന്ന് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇഷ്ടത്തിനെതിരെ ഒരാൾ കാണിക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹത്തിനെതിരെ ഒരാൾ കാണിക്കുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ചത് ഒരാൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മളെ ജഡത്തിൽ നിന്നുള്ള കോപമാണ്. യേശു കർത്താവ് ചാട്ടവാർ എടുത്ത് ആലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അടിച്ചു പുറത്താക്കിയെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇറ്റ് വാസ് എ ഹോളി ഹേട്രഡ്. അവിടെ അത് വിശുദ്ധമായ ഒരു കോപമാണ്. തൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കുന്നത് കണ്ടതുകൊണ്ടാണ്. തെളിവ് ഞാൻ പറയാം. കർത്താവിനെ ക്രൂശിച്ചപ്പോൾ കർത്താവ് ക്രൂശിച്ചവരെ കുറിച്ച് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാതിരിക്കാൻ ഇവരോട് ക്ഷമിക്കണമേ. സ്തോത്രം. യേശു കർത്താവ് കരഞ്ഞു, നമുക്ക് തുല്യമായിട്ട് കരഞ്ഞു. നമ്മളെപ്പോലെ കരയുന്നത് പാപമാണോ? അപ്പോൾ അതൊരിക്കലും നമുക്ക് പറയാനോ? യേശു കരഞ്ഞതുകൊണ്ട് യേശു പാപം ചെയ്യുന്നോ? ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ചിലർ ചിന്തിക്കുന്നു, എന്നോട് അടുത്ത സമയത്ത് ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, നമ്മുടെ ഉള്ളിൽ പാപമുള്ളത് കൊണ്ടല്ലയോ ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ ആ പാപത്തിന് കീഴ്പ്പെടുന്നത്. അപ്പോൾ യേശു കർത്താവിന് ഈ ടെംപ്റ്റേഷൻ വന്നപ്പോൾ യേശു കർത്താവിന് വേണമെങ്കിൽ കർത്താവ് പാപം ചെയ്യാതിരുന്നതിൻ്റെ കാരണം അവൻ ദൈവമായതുകൊണ്ടാണ്. ദൈവമായതുകൊണ്ട് അകത്ത് ഈ പാപത്തിൻ്റെ പ്രേരണയുണ്ടെന്ന്, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അകത്ത് പാപത്തിൻ്റെ പ്രേരണയുണ്ടെന്ന് പറഞ്ഞു. അവൻ പിന്നെ പാപം ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദൈവമായതുകൊണ്ട് അതിനെ ഓവർകം ചെയ്തു. ഞാൻ പറഞ്ഞു, അങ്ങനെ പിന്നെ അങ്ങനെ മനുഷ്യന് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നു? അവൻ ദൈവമല്ലേ? ചില കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഹല്ലേലൂയ. അവൻ ദൈവമായിരുന്നത് കൊണ്ടാണ് അകത്ത് ഈ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അതിനെ അടിച്ചമർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഒന്ന്, ആ ആഗ്രഹങ്ങൾ വരുന്നത് തന്നെ ദൈവമല്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ദൈവം ഒരിക്കലും കള്ളം പറയുന്നവനല്ല. ഞാൻ വചനങ്ങൾ കാണിക്കാം ഇപ്പോൾ താഴോട്ട് പോകുമ്പോൾ. ദൈവം ഒരിക്കലും പാപം ചെയ്യുന്നവനല്ല. അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. പിന്നെ എങ്ങനെ ഹൃദയത്തിൽ പാപം ആഗ്രഹിക്കാൻ അവന് പറ്റും? ഒരിക്കലും പറ്റത്തില്ല. രണ്ട് തിയറിയുണ്ട് കേട്ടോ ഈ വിഷയത്തെക്കുറിച്ച്. ഒന്ന്, ദ പിക്കബിലിറ്റി വ്യൂ. രണ്ട്, ദ ഇംപെക്കബിലിറ്റി വ്യൂ. ഈ പിക്കബിലിറ്റി വ്യൂ എന്ന് പറയുന്നത് ജീസസ് കുഡ് ഹാവ് സിൻഡ്. യേശുവിന് വേണമെങ്കിൽ പാപം ചെയ്യാമായിരുന്നു. അതാണ് പിക്കബിലിറ്റി വ്യൂ എന്ന് പറയുന്നത്. യേശു കർത്താവിന് വേണമെങ്കിൽ, കാരണം എന്താ? എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ യേശു കർത്താവ് നമുക്ക് തുല്യനായെങ്കിൽ അവന് വേണമെങ്കിൽ പാപം ചെയ്യാമായിരുന്നു. അതാണ് പിക്കബിലിറ്റി വ്യൂ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? അവന് പാപം ചെയ്യാമായിരുന്നു എങ്കിൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല അവൻ ദൈവമായിരുന്നു എന്ന്. ദൈവത്തിന് എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? അവൻ പാപത്തെ വെറുക്കുന്നവനല്ലേ ദൈവം? പാപത്തിന് കീഴ്പ്പെടുമോ ദൈവം? പാപത്തെ ആഗ്രഹിക്കുമോ ദൈവം? ആ ഒരു വലിയ ചോദ്യം വരും ആ പിക്കബിലിറ്റി വ്യൂവിനകത്ത്. ഹല്ലേലൂയ. If there were no possibility of sin, some argue his temptation would not have been fully authentic. ചിലർ പറയുന്നത് എന്താണ്? ഈ പിക്കബിലിറ്റി വ്യൂവിനകത്ത് പറയുന്നത് ചില വിഷയങ്ങളിൽ മാത്രമേ കർത്താവ് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അവൻ ദൈവമായിരുന്നത് കൊണ്ട് ചില പരീക്ഷകളൊന്നും അവൻ്റെ അടുക്കലേക്ക് ഏശത്തല്ലായിരുന്നു എന്ന്. അതാണ് പിക്കബിലിറ്റി വ്യൂ പറയുന്നത്. ജീസസ് കുഡ് ഹാവ് സിൻഡ്. യേശുവിന് പാപം വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷെ അവൻ ചെയ്തില്ല. കാരണം അവൻ ദൈവമായിരുന്നത് കൊണ്ട് അതിനെ ഓവർകം ചെയ്തു. ഇപ്പോൾ എൻ്റെ പോയിൻ്റ് ഇതാണ്. ഞാൻ താഴെ പറയുന്നുണ്ട്, എൻ്റെ പോയിന്റുകൾ പറയുന്നുണ്ട്. അടുത്ത 5 മിനിറ്റിനുള്ളിൽ നിർത്തി ഞാൻ. എൻ്റെ പോയിൻ്റ് ഇതാണ്. അവന് പാപം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും ദൈവമല്ല. അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൻ ദൈവം. അപ്പോൾ പിക്കബിലിറ്റി വ്യൂ ഞാൻ അംഗീകരിക്കുന്നില്ല. രണ്ടാമത്തത് ഇംപിക്കബിലിറ്റി വ്യൂ. ഇംപിക്കബിലിറ്റി വ്യൂ എന്ന് പറയുന്നത് ജീസസ് കുഡ് നോട്ട് സിൻ. യേശുവിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. ആ ക്വസ്റ്റ്യൻ ഇപ്പോഴും കിടക്കുന്നുണ്ട്. യേശുവിന് പാപം ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് തുല്യമായി അവൻ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്? അത് ഞാൻ പറയാം ലാസ്റ്റിൽ വരുമ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ ഇംപിക്കബിലിറ്റി വ്യൂ പറയുന്നത്, ഈ പിക്കബിലിറ്റി എന്ന് പറയുന്നത് മലയാളം എന്താണെന്ന് വെച്ചാൽ സാധ്യതാ സിദ്ധാന്തം. സാധ്യതാ സിദ്ധാന്തം. യേശു കർത്താവിന് പാപം ചെയ്യുവാനുള്ള സാധ്യതയുണ്ടെന്ന്. ഇംപിക്കബിലിറ്റി വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യതാ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന് ഒരിക്കലും പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവൻ സാക്ഷാൽ ദൈവമാണ്. പ്രൈസ് ഗോഡ്. കാരണം അത് മാത്രമല്ല, അവൻ ദൈവത്തിൽ നിന്നാണ് ഉണ്ടായത്. പരിശുദ്ധാത്മാവാണ് മറിയയിലേക്ക് വന്നത്, അല്ലാതെ ജോസഫിന്റെ സന്തതിയല്ല യേശു. അവൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്രനാണ്. പരിശുദ്ധാത്മാവിനാൽ അവൻ ജനിച്ചു. അതിനകത്തൊരു ജഡത്തിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല അവിടെ. അപ്പോൾ പാപത്തിൽ നിന്നല്ല അവൻ ജനിച്ചത്. നമ്മളൊക്കെ പിന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് എന്താ? ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു വന്ന. യേശു കർത്താവിനെ പാപത്തിലല്ല അവൻ്റെ അമ്മ ഗർഭം ധരിച്ചത്. സോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം 1:35 ഇങ്ങനെ വായിക്കുന്നു, ദ ഹോളി വൺ ടു ബി ബോൺ വിൽ ബി കോൾഡ് ദ സൺ ഓഫ് ഗാഡ്.
അതിന് ദൂതൻ മറിയോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ വിശുദ്ധ പ്രജ എങ്ങനെയാ പാപം ചെയ്യുന്നത്? ആ പാപത്തിന്റെ ആഗ്രഹം എങ്ങനെയാ വിശുദ്ധ പ്രജയിൽ വരുന്നത്? നമ്മളിൽ അത് വരുന്നത് നമ്മൾ ആദമിൽ നിന്ന് വന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇംപിക്കബിലിറ്റി തിയറിക്കകത്ത് പറയുന്നത് ജീസസ് ക്യാൻ നെവർ സിൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജീസസ് ഈസ് ഗോഡ്, സോ ഗോഡ് ക്യാൻ നോട്ട് സിൻ. തീത്തോസിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം, ടൈറ്റസ് ചാപ്റ്റർ 1:2, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ് ടു ലൈ. ഭോഷ്ക് പറയുവാൻ തക്കവണ്ണം അവൻ മനുഷ്യനല്ല. ശ്രദ്ധിച്ചേ, അപ്പൊ ദൈവത്തിന് കള്ളം പറയാൻ പറ്റുമോ? അപ്പൊ നമുക്ക് തുല്യമായി നമ്മളെല്ലാവരും കള്ളം പറയുന്നവരല്ലേ? അപ്പൊ യേശു കർത്താവ് കള്ളം പറയാൻ തക്കവണ്ണം ഉള്ളിൽ നിന്ന് പ്രേരണ ഉണ്ടായിട്ടുണ്ടോ? വിശ്വസിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. വചനം പറയുന്നു, ഭോഷ്ക് പറയുവാൻ അവൻ മനുഷ്യനല്ല. രണ്ടാമത്, ജെയിംസ് ചാപ്റ്റർ 1:13, യാക്കോബിന്റെ ലേഖനം 1:13 പറയുന്നു, ഗോഡ് കൻ നോട്ട് ബി ടെംപ്റ്റഡ് ബൈ ഈവിൾ. ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവനല്ല ദൈവം. അപ്പൊ അതിന്റെ അർത്ഥം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല പാപം ചെയ്യണമെന്ന്. പ്രൈസ് ഗോഡ്. ജീസസ് ഹ്യൂമൻ നേച്ചർ വാസ് സിൻലെസ്. യേശു കർത്താവിൻ്റെ മനുഷ്യ സ്വഭാവം അല്ലെങ്കിൽ മനുഷ്യൻ്റെ രീതി എന്ന് പറയുന്നത് പാപരഹിതമായിരുന്നു. കാരണം എന്നറിയാമോ? അവൻ പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ചവനാണ്. He experienced temptation from outside, not from an inward sinful disposition. അവൻ പരീക്ഷിക്കപ്പെട്ടത് പുറത്തു നിന്നാണ്. ലോകം നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്നത് പോലെ അവനെ ടെംപ്റ്റ് ചെയ്തു. സാത്താൻ നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന പോലെ അവനെ ടെംപ്റ്റ് ചെയ്തു. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു സഹോദരനോട് ചോദിച്ചതിൻ്റെ കൂട്ട്, നമുക്ക് പുറത്തുനിന്ന് ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ കീഴ്പ്പെടുന്നതിൻ്റെ കാരണം നമുക്കകത്ത് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്, അല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ യേശു കർത്താവിന് അകത്ത് ആഗ്രഹമില്ലെങ്കിൽ പുറത്തുനിന്ന് ടെംപ്റ്റേഷൻ വന്നത് എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് ഒരാളെന്നോട് ചോദിച്ചു. അതിന് ഉത്തരം ഞാൻ പറയാം. നമുക്ക് എത്രയോ മനുഷ്യരെ അറിയാം, പുരുഷന്മാരെ അറിയാം, അവർക്ക് മറ്റു സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധം ഇഷ്ടമല്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. അല്ലാതെ ഇല്ലിസിറ്റ് സെക്സ് ഓർ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് വിത്ത് അനദർ വുമൻ, some decent men, they don't like it. They have no desire from inside. അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു സ്ത്രീ അങ്ങ് തുനിഞ്ഞിറങ്ങിയെന്ന് വെച്ചോ ഈ മനുഷ്യനെ വഞ്ചിക്കാൻ, ആള് വീഴുമോ? ഞാൻ വിശ്വസിക്കുന്നു അയാളെ സൂക്ഷിച്ചില്ലെങ്കിൽ അയാൾ വീഴും. 100% വീഴും. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളൊരു മനുഷ്യനാണ്. പ്രേരണ വന്നുകൊണ്ടിരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി തീരുന്നു. ആ സെഡക്ഷൻ അല്ലെങ്കിൽ ആ സെഡ്യൂസിങ് സ്പിരിറ്റ്, ആ മോഹിപ്പിക്കുന്ന അത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുമ്പോൾ ഈ ഫീസ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ 2 തീമോത്തി 2-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലാന്ന് പറയുന്നത്, യൗവന മോഹങ്ങളെ വിട്ട് ഓടാൻ പറഞ്ഞത്. തീമോത്തിയോടാ പറഞ്ഞത്, യൗവന മോഹങ്ങളെ വിട്ട് ഓടണമെന്ന്. എന്നാൽ പിന്നെ പറഞ്ഞപ്പോഴേ യൗവന മോഹങ്ങളൊന്നും നീ കെയർ ഇന്ന് ചെയ്യേണ്ട, നിനക്ക് അഭിഷേകമുണ്ട്, നീ പിടിച്ചവിടെ നിന്നില്ല, നീ ഓടണമെന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വീഴാൻ ഒരു മനുഷ്യന് സാധ്യതയുണ്ടെന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പൊ അകത്ത് ആഗ്രഹമില്ലെങ്കിലും പുറത്തുനിന്ന് പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഴും. അകത്ത് ആഗ്രഹം ഉണ്ടാകണമെന്നില്ല. രണ്ടാമത്, ചിലർ മദ്യപാനികളായി മാറുന്നത് എങ്ങനെ? ആദ്യം മദ്യം ഇഷ്ടപ്പെട്ടിട്ടാണോ? ആണോ? നിങ്ങളെന്നോട് പറ. People become drunkards. Does it mean that they were drinking from childhood? ആഗ്രഹമില്ല, പക്ഷേ ആ കൂട്ടുകെട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ വീഴും. ചിലർ പുകവലിക്കുന്നു, ചിലർ അതുപോലെ ആവശ്യമില്ലാത്തത് കാണുന്നു, കേൾക്കുന്നു. ഇവർക്ക് ആദ്യമൊന്നും ആ സ്വഭാവമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അങ്ങനെയുള്ളവരുടെ കൂടെ കൂട്ടുകൂടുമ്പോൾ ആ ടെംപ്റ്റേഷനിൽ അവർ വീണ് പോകുന്നു, ആഗ്രഹങ്ങളില്ലെങ്കിൽ തന്നെ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. യേശു കർത്താവിന് ആഗ്രഹമില്ലായിരുന്നു. ഇനി ശ്രദ്ധിക്കണമേ, എത്ര ടെംപ്റ്റേഷൻ വന്നിട്ടും അവൻ ആഗ്രഹത്തിന് കീഴ്പ്പെട്ടില്ല. അവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമില്ലായിരുന്നു. മൈ അസസ്മെൻറ്റ്, ഞാൻ ഈ 2 തിയറിയും വെച്ചിട്ട് എൻ്റെ അസസ്മെൻറ്റ് എഴുതിയിരിക്കുക. മൈ അസസ്മെൻറ്റ്, ഐ ഫൈൻഡ് ദ ഇംപെക്കബിലിറ്റി വ്യൂ മോർ കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഹോൾ വിറ്റ്നസ് ഓഫ് സ്ക്രിപ്ചർ. ദൈവവചനത്തിൻ്റെ തെളിവും സാക്ഷ്യത്വവും വെച്ച് നോക്കുമ്പോൾ ഇംപെക്കബിലിറ്റി തിയറിയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുവാൻ തക്കവണ്ണം സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വിത്ത് ലിറ്റിൽ ചേഞ്ചസ്. ദ റീസൺസ് ആർ, ജീസസ് ഈസ് ദി ഇറ്റേണൽ സൺ ഓഫ് ഗാഡ്. യേശു കർത്താവ് നിത്യനായ ദൈവപുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പോയി നോട്ട്സ് വീണ്ടും വായിച്ച് നിങ്ങൾക്ക് വീണ്ടും തിങ്ക് ചെയ്യാനോ പഠിക്കാനോ പറ്റും. 2, ഗോഡ് കനോട്ട് സിൻ. 3, ജീസസ് ഹ്യൂമൻ നേച്ചർ വാസ് പെർഫെക്റ്റ്ലി ഹോളി ബിക്കോസ് ഹി വാസ് ബോൺ ഫ്രം ഹോളി സ്പിരിറ്റ്.
His mission as spotless lamb of God required absolute moral perfection. യേശു പിതാവ്, നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവന്റെ ഹൃദയത്തിൽ പാപത്തിന്റെ ആഗ്രഹമുണ്ടെങ്കിൽ പിതാവിന് എങ്ങനെ സ്വർഗത്ത് നിന്ന് പറയാൻ പറ്റും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്? ഒന്ന് പറഞ്ഞേ. ചിന്തകളിലെങ്കിലും പാപമുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? അതുമല്ല, സ്പോട്ട്ലെസ് ലാമ്പ്, കളങ്കമില്ലാത്ത ഊനമില്ലാത്ത ഒരു കുഞ്ഞാടായിട്ട് അവൻ യാഗം അർപ്പിക്കപ്പെടേണ്ടവനാണ്. 1 പത്രോസ് 1-ാം അധ്യായം 19-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാമോ ആർക്കെങ്കിലും സമയം കിട്ടുന്നെങ്കിൽ? 1 പത്രോസ് 1:19. കേട്ടെ, ക്രിസ്തു എന്ന നിർദോഷവും കണ്ടോ, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. അപ്പൊ ക്രിസ്തു നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടാകണമെങ്കിൽ അവന്റെ ഉള്ളിൽ ആ പാപം ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. His nature was pure. The New Testament repeatedly speaks of him as one who know no sin. 2 Corinthians 5:21 ഒന്ന് വായിച്ചേ നിങ്ങൾ. പാപം അറിയാത്തവനെ, ആ വാക്യം അങ്ങനെയാ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. ആ വാക്യം ഒന്ന് ഉറക്കെ വായിച്ചേ. പാപം അറിയാത്തവനെ, അവന്റെ ഹൃദയത്തിൽ പാപത്തിന്റെ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അവൻ പാപം അറിയാത്തവനാണോ? ചിന്തിച്ചേ. പാപം അറിയാത്തവനെ പാപിയാക്കിയെന്നല്ല, അവൻ നമുക്ക് വേണ്ടി പാപമാക്കി, സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റി. അപ്പൊ അവന്റെ ഉള്ളിൽ പാപം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വചനം സത്യമാകത്തില്ല. അതുപോലെ തന്നെ he committed no sin. 1 പത്രോസ് 2:22 ഒന്ന് വായിച്ചേ. 1 പത്രോസ് 2:22. ഞാൻ പെട്ടെന്ന് നിർത്തുക, 3 മിനിറ്റ് കൊണ്ട്. ചില കൂടുതൽ ടൈം എടുത്തു പോകുന്നു, കാരണം ഇത് അത്ര വലിയ അവൻ ഒന്നുകൂടെ വായിച്ചേ. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ല, വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ what he was inside, it was pure. There is no sin. 1 John chapter 3 verse 5. 1 യോഹന്നാൻ 3:5. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവനിൽ പാപമില്ല. വ്യക്തമായിട്ട് പറഞ്ഞ അവനിൽ പാപമില്ല. ഇൻസൈഡ് ഹിം. അവൻ്റെ ടെംപ്റ്റേഷൻ എല്ലാം ഫ്രം ഔട്ട്സൈഡ് ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യം, അകത്തവന് പാപമില്ല, പക്ഷെ നമ്മുടെ അകത്ത് പാപമുണ്ട്. കാരണം നമ്മൾ ജഡത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട്. പിന്നെ എങ്ങനെ കർത്താവ് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു? ഇത് ഈക്വലൈസ് ചെയ്തത് എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു തെളിവ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഒരു പാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? കഴിഞ്ഞ ആഴ്ചയിലാണെന്നോ എപ്പോഴാണെന്ന്, നിങ്ങളോടാണോ അതോ മറ്റെവിടെങ്കിലും ആണോ എനിക്കറിയില്ല. ഓക്കെ, ഞാനത് വേറൊരു എക്സാമ്പിളായിട്ട് നിങ്ങളോട് പറയാം. ഇവിടെ 50 കിലോ ഉള്ള ഒരു സാധനം ഇരിക്കുകയെന്ന് വെച്ചോ. ഈ 50 കിലോ ഉള്ളത് എൻ്റെ തലയിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈസി ആയിട്ട് തീർത്തുകൊണ്ട് പോകും. ഓക്കെ, ഈ 50 കിലോ ഉള്ളത് ഈ ഇരിക്കുന്ന മോളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ മോളുടെ തലയിലോട്ട് വെച്ചാൽ എന്ത് ചെയ്യും? കൊളാപ്സ്ഡ് ആയിപ്പോ അല്ലേ? ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഞാൻ അതിനെ 100% 100% ആ 50 കിലോ 100% ഞാൻ ഓവർകം ചെയ്തു. പക്ഷേ ഈ 50 കിലോയുടെ 100% ഓവർകം ചെയ്യുവാൻ ആ മോക്ക് കഴിഞ്ഞില്ല. ചിലപ്പോൾ 10 കിലോ തലയെ വെച്ച കൊണ്ടുപോകുമായിരിക്കും. അപ്പോൾ ഓർത്ത് നോക്കണം, ടെംപ്റ്റേഷൻ്റെ അതിനെ ഞാൻ ടെംപ്റ്റേഷൻ എന്നുള്ള കണക്ക് കൂട്ടുകയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 100% ടെംപ്റ്റേഷൻ യേശു കർത്താവിൻ്റെ നേരെ വന്നപ്പോൾ യേശു കർത്താവ് വീഴാതെ നിന്നു. പക്ഷേ 1% ടെംപ്റ്റേഷൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ വീണു. മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്? ഇപ്പം നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യമായി നമുക്കെതിരെ 100% ടെംപ്റ്റേഷൻ വന്നപ്പോൾ, പിശാച് കൊണ്ടുവന്നപ്പോൾ, ലോകം കൊണ്ടുവന്നപ്പോൾ, പാപം വന്നപ്പോൾ യേശു കർത്താവ് 100%യും ജയിച്ചു. എന്നാൽ ഇതേ ഫോഴ്സ് നമ്മുടെ അടുത്തോട്ട് വന്നപ്പോൾ 100 വേണ്ട 1% വന്നപ്പോഴത്തേക്ക് നമ്മൾ വീണുപോയി. ഇപ്പം മനസ്സിലായി, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ അവൻ ജയിച്ചു ഫുൾ ഫോഴ്സിൽ. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞ്, ഏറ്റവും കൂടുതൽ പവർ യൂസ് ചെയ്തതാരാ? ഏറ്റവും കൂടുതൽ ടെംപ്റ്റേഷൻ നേരിട്ടതാരാ? യേശു കർത്താവ്. നമ്മളോ 1% പോലും നേരിട്ടല്ല, മുമ്പേ നമ്മൾ വീണു. നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും അവൻ പാപം ചെയ്യാതെ, എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ചിന്തയിൽ പോലും തനിക്ക് പാപം വരാതെ
അല്ലെങ്കിൽ അത് കണ്ടിട്ട് മനുഷ്യർ ചെയ്യുന്നതിനോട്ട് അകത്തുനിന്ന് പ്രേരണ വന്നിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ പോലും അത് ആസ്വദിക്കാതെ അവനതിനെ ജയിച്ചു. അത് നമുക്ക് തുല്യമായി കർത്താവ് പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല എവിടെയാണെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പാലത്തെക്കുറിച്ചാണ്. ഇവിടെയാണ് പറഞ്ഞത്. 100 ടൺ കയറ്റാവുന്ന ഒരു ബ്രിഡ്ജ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം 100 ടണ്ണിൻ്റെ വെയിറ്റ് ഉള്ളത് ആ ബ്രിഡ്ജെ കൂടെ, ആ പാലത്തെ കൂടെ ഓടിക്കുന്നത്. ആദ്യം ഒരു 10 ടണ്ണിൻ്റേതായിട്ടുള്ള ഒരു ലോറി കയറ്റി ഓടിക്കും. അത് വീണില്ലെങ്കിൽ 25 ടണ്ണുള്ള ഒരു ലോറി കയറി ഓടിക്കും. ലോറിയും വെയിറ്റും കൂടെ, ലോഡും കൂടെ കയറ്റി വിടും. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിയേ, 25 കയറ്റിയപ്പോഴത്തേക്ക് പാലം വീഴുകയാണെങ്കിൽ അതിൻ്റെ മേൽ 100% കയറ്റാൻ പറ്റിയോ? ഇല്ല. ദാറ്റ് ഈസ് ദി എക്സാമ്പിൾ. So it was tempted. But a strong one, a resisting one will overcome that 100%. Otherwise, other people like us, we just got collapsed. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. The temptation works in almost the same way. When we give into temptation, the pressure stops. Once we choose to sin, the struggle is over. We have escaped the pressure not by overcoming it, but by surrendering to it. നമ്മളിപ്പോൾ പ്രലോഭനങ്ങളൊക്കെ അതിജീവിക്കുന്ന എങ്ങനെ? ഓവർകം അല്ല ചെയ്തത്, അതിന് സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത്. പക്ഷേ കർത്താവ് ഓവർകം ചെയ്തത് അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് അവൻ ഓവർകം ചെയ്തു. ഞാനിത് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് വളരെ വലിയൊരു വിഷയമാണ്, നമുക്ക് പഠിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും. അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് ഈ മെസ്സേജിൻ്റെ ടൈറ്റിൽ തന്നെ ടൈപ്പ് ചെയ്താൽ, എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വായിക്കാനും പഠിക്കുവാനും നോട്ട്സ് ഉണ്ടാക്കുവാനും കൂടുതൽ ചിന്തിക്കുവാനും, ഞാൻ ചിന്തിക്കാത്ത പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കുവാനും തക്കവണ്ണം അതുമൂലം ഇടയാകും. ഈ വിഷയം പഠിക്കുക. യേശു കർത്താവ് പൂർണ്ണ ദൈവമാണ്, അവിടുന്ന് പൂർണ്ണ മനുഷ്യനായിരുന്നു. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മളെ ഈ വചനങ്ങളെ ഗ്രഹിപ്പാൻ